നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ കോടതി വിധി വന്നിരിക്കുന്നു. 38 പേർക്ക് വധശിക്ഷയും 11 പേർക്ക് മരണം വരെ ജീവപര്യന്തം തടവും കോടതി വിധിച്ചിരിക്കുന്നു. ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവർക്ക്, നിരപരാധികളെ കൊന്നൊടുക്കിയവർക്കുള്ള ശക്തമായ ഒരു ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചവരിൽ 3 മലയാളികൾ ഉൾപ്പെടുന്നു. ജീവപര്യന്തം തടവിന് വിധിച്ചവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. പാനായിക്കുളം ക്യാമ്പ്, വാഗമൺ സിമി ക്യാമ്പ്, അഫ്ഗാനിലും സിറിയയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മലയാളികളായ ഭീകരർ പൊട്ടിത്തെറിക്കുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഇന്ത്യൻ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മലയാളികളായ ഭീകരർ കൊല്ലപ്പെടുന്നു. പല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പല ഭീകര പ്രവർത്തനങ്ങളുടെയും ആസൂത്രണം കേരളത്തിൽ നടക്കുന്നു. എങ്കിലും ചിലർ പറയുന്നു കേരളത്തിൽ തീവ്രവാദമില്ല, തീവ്രവാദ സാന്നിധ്യമില്ല. എന്തുകൊണ്ടാണ് ഈ കൂട്ടർ തീവ്രവാദത്തിനെതിരെ, തീവ്രവാദത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? ഇനിയെങ്കിലും യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞുകൂടെ? ഷെക്കീന ചർച്ച ചെയ്യുന്നു. അഹമ്മദാബാദ് കോടതി വിധി കേരളത്തിന് നൽകുന്ന പാഠം എന്താണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ സക്രിയ ജോർജ് IPS, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ T ദേവപ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ. 3 പേർക്കും സ്വാഗതം. തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും കൃത്യസമയത്ത് കേരള പോലീസ് അത് കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോകുന്നത്? ശ്രീ സക്രിയ ജോർജ് IPS. നമ്മൾ മുംബൈ ടെറർ അറ്റാക്കിൽ കണ്ടു, താജ് ഹോട്ടലിൽ അറ്റാക്കിൽ കുറേ പേര് മരിച്ചു. CST ടെർമിനൽ വെച്ച്, ഛത്രപതി ശിവജി റെയിൽവേ ടെർമിനൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി. അതൊക്കെ ട്രെയിൻ കയറാനൊക്കെ വന്ന പാവപ്പെട്ട ആൾക്കാരാണ്. അവര് ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ട, അവരുടെ മതത്തിൽപ്പെട്ടവരും ആകാം, അല്ലാതുള്ള ഇന്നസെൻസും ആകാം, ആരുമാകാം. അപ്പം ഇത്തരത്തിലുള്ള അറ്റാക്ക് കൊണ്ട് ആദ്യം ഇവിടെ പറഞ്ഞ പോലെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തു എന്ന് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് മനുഷ്യവർഗത്തിനെതിരെ ഉള്ള യുദ്ധമായിട്ട് ഇത് കാണണം. കാരണം അവർ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ഒരു റിലീജിയനെ ആണെങ്കിലും, അല്ലെ ശത്രുപക്ഷത്തുള്ളാണെങ്കിലും, സ്വന്തം റിലീജിയനിൽപ്പെട്ടതും തീർത്തും ഇന്നസെൻസ് ആയിട്ടുള്ള ആൾക്കാരും ഇതിനകത്ത് മരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എഗൻസ്റ്റ് ഹ്യൂമൻ റേസ് ആണ്. റിലീജിയന്, രാജ്യത്തിനും എതിരെ ചെയ്യുന്ന പല കാര്യങ്ങളും ഹ്യൂമൻ റേസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് സത്യത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ ബൈബിളിൽ പറയുന്ന പോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയാഴികയാൽ ഇവരോട് ക്ഷമിക്കണേ. അപ്പം ഇവർ വിചാരിക്കുന്നു ഓപ്പോസിറ്റ് റിലീജിയനിലുള്ളവരെ മാത്രം കൊല്ലാമെന്ന് പറയുമ്പോൾ സ്വന്തം റിലീജിയനുള്ളവരെ പോലും കൊല്ലാറുണ്ട്. ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് കണ്ടത് മാറാട് 2 മാറാട് 2 വെട്ടാൻ പോയ ഒരു വ്യക്തിയും രണ്ടാമത് നടന്നതിനകത്ത് ആദ്യം കൊല ചെയ്യപ്പെട്ട ആ റിലീജിയനിൽപ്പെട്ട ആൾക്കാർ ചേർന്നിട്ടാണ് രണ്ടാമത് ചെയ്യുന്നത്. അപ്പോൾ വെട്ടാൻ പോയ ഒരാൾക്കും ഇരുട്ടത്ത് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് അസാസിൻസിൻ്റെ, കൊലപാതകളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് കിട്ടി, മരിച്ചു. അപ്പം ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യം പലപ്പോഴും ലഭിക്കാതെ വഴിതെറ്റി പോകാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കില്ലിംഗ് എല്ലാം ഫൈനലി എന്താണ്, മനുഷ്യവർഗത്തിനെതിരാണ്. പിന്നെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അവർ ജന്മം കൊടുത്ത കുട്ടികളെ കൊല്ലാൻ അവകാശമില്ലാത്ത ഒരു ലോകത്ത് നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ കൊല്ലാനുള്ള അവകാശമുണ്ട്? അതുപോലെ തന്നെ പറയുന്നുണ്ട് ഏറ്റവും വലിയ സേയിങ്, മാൻ ഈസ് ദി പ്രഷ്യസ് ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രഷ്യസ് ക്രിയേഷനെ ആർക്കും ആ ലൈഫ് നിപ്പിയാനുള്ള അവകാശമില്ല. അപ്പം അതുപോലെ ചേർത്ത് വെച്ച് പറയുന്നുണ്ട്, ആൻ ഓണസ്റ്റ് മാൻ ഈസ് ദ നോബിളസ്റ്റ് ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ പോകുന്ന ആൾക്കാരും വിശ്വാസത്തിൻ്റെ അങ്ങ് തീക്ഷ്ണത കൊണ്ടാണ് കൊല്ലാൻ പോകുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു നോബിളസ്റ്റ് ക്രിയേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റൊരാളെ കൊല്ലാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവർ വിചാരിക്കുന്ന പോലെ, ഈ കൊലയും നടത്തുന്ന ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഈ കൊലപാതകങ്ങളിൽ കൂടിയൊന്നും അവർക്ക് സാൽവേഷൻ കിട്ടാൻ പോകുന്നില്ല. പകരം അവർക്കുണ്ടാകുന്ന സാഡിസ്റ്റിക്
ഒരു നൈമിഷിക സുഖം വല്ലതും ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ എല്ലാ മതവും നന്മയാണ് പ്രചരിപ്പിക്കുന്നത്. ആ റിലീജിയസ് പ്രീച്ചിങ്സ് അനുസരിച്ച് എല്ലാ റിലീജിയനിൽപ്പെട്ട ആൾക്കാരും ഇവിടെ ജീവിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഭൂമി ഒരു സ്വർഗമായിരിക്കും. എല്ലാവരും സ്വപ്നം കാണുന്ന നന്മയുള്ള സ്വർഗമായിരിക്കും ഭൂമി. പക്ഷേ ദുഃഖകരം എന്ന് പറയട്ടെ, ആരും ഈ നല്ല റിലീജിയസ് പ്രീച്ചിങ്സ് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യില്ല. ഹിപ്പോക്രസിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു? ഇതുപോലുള്ള ഇൻസിഡൻസ്, അവരുടെ റിലീജിയൻ വളരെ സുപ്പീരിയർ ആണെന്നുള്ള ഒരു തെറ്റായ ഫീലിംഗ് അവർക്കുണ്ടാകുന്നു. ആ ഫീലിംഗ് കൊണ്ട് റിലീജിയസ് ടോളറൻസ് ഇല്ല. അങ്ങ് വളരെ ഭംഗിയെ തന്നെ ആ തീവ്രവാദത്തിൻ്റെ ആ ഒരു ഭീകര മുഖത്തെക്കുറിച്ച് അങ്ങ് ഭംഗിയെ തന്നെ അവതരിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിൽ ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്ന പല ഭീകരങ്ങളുടെയും അന്വേഷണം പലപ്പോഴും ചെന്നെത്തുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഈ ഒരു ഉദാഹരണമാണ് വാഗമണിലെ ഒരു സിമി ക്യാമ്പാണ് ഈ അഹമ്മദാബാദിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ഒരു തുടക്കം. നമുക്കറിയാം, വളരെ മിടുക്കരായ ഉദ്യോഗസ്ഥരുള്ള പോലീസ് സേനയാണ് കേരളത്തിൻ്റേത്. മിടുക്കരായ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ഇത്തരം രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ കേരളത്തിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് മുൻകൂട്ടി നമ്മുടെ പോലീസ് സേനയ്ക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോകുന്നു? അങ്ങ് വളരെ പരിണിതപ്രജ്ഞനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്, ശ്രീ സക്രിയ ജോർജ് IPS? നമുക്ക് ഇന്റലിജൻസ് വിങ് ഉണ്ട്, വളരെ വെൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ്, വളരെ ബാലൻസ്ഡ് ആയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ലെവൽ വരെ ഒരു പോലീസുകാരൻ വരെ ഉണ്ട്. അത് പലപ്പോഴും പോലീസുകാരൊക്കെ ഫീൽഡിൽ പോയി, ഞാൻ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, പോയി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും. പക്ഷേ ഈ കിട്ടുന്ന ഇൻ്റലിജൻസ് പ്രോപ്പറായിട്ട് ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താൻ പലപ്പോഴും നമ്മുടെ ടോപ്പിലുള്ളവർക്ക് താല്പര്യമില്ല. അതിൻ്റെ പ്രധാന കാരണം ഒന്ന്, നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല രാജ്യസ്നേഹം പലർക്കുമില്ല. സ്യൂഡോ പേട്രിയോട്ടിസമാണ് പലപ്പോഴും. ഞാൻ വളരെ അടുത്തു നിന്ന് കണ്ട കാര്യങ്ങളാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വളരെ വിശാല മനസ്കതയില്ല. അപ്പോൾ പോലീസുകാരനായിരിക്കും ഫീൽഡിൽ നിന്ന് ഇൻഫർമേഷൻ തരുമ്പോൾ ഇവിടുത്തെ ചില ഡയറക്റ്റ് IPSകാർ സീനിയേഴ്സ് ഇരിക്കുന്നവർക്ക് അതൊന്നും അവർക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. ചില സമയത്ത് അവർ തരുന്ന ഇൻ്റലിജൻസ് നമുക്ക് അന്നേരം അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കില്ലെങ്കിലും ബ്രിട്ടനിലൊക്കെ ചെയ്യുന്ന പോലെ അത് അവർ ക്യാൻ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ക്യാൻ ഇൻ്റലിജൻസ്. അപ്പോൾ അത് അന്നേരം റെലവൻ്റ് അല്ലെങ്കിലും അവർ സബ്സീക്വൻ്റ് ആയിട്ട് പിന്നീട് അതിനെ വിശകലനം ചെയ്ത് അവർ രാജ്യത്തിന് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ കിട്ടുന്ന പല ഇൻ്റലിജൻസും പ്രോപ്പറായിട്ട് അത് അനലൈസ് ചെയ്ത് പോകുന്നില്ല. ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് അവരെ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് വളരെ ദുഃഖകരമായിട്ട് വരെ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ ഈ മെഷീനറിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പം രാജ്യസ്നേഹം ടോപ്പ് പ്രയോറിറ്റി കിട്ടേണ്ടിടത്തു നിന്ന് അത് പ്രയോറിറ്റൈസ് ചെയ്ത് വരുമ്പോൾ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് താഴോട്ട് അത് പോകുന്നു. അതാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ അവസരം തന്ന മാതൃരാജ്യത്തിൻ്റെ പുരോഗതിയും യശസ്സും ആണ് നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫോർസി ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ഇൻ്റലിജൻസിലെ പ്രധാനപ്പെട്ട ഒരു ഡിക്റ്റമാണ് ഫോർ വാണ്ട് ഈസ് ഫോർ ആംഡ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് സിസ്റ്റത്തെ വാൺ ചെയ്ത് വെക്കാമെങ്കിൽ അതാണ് വെൽ എക്യുപ്ഡ് ആകുന്നത്. നമുക്ക് ഏത് സിറ്റുവേഷൻ വരുമ്പോഴും അതിനെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. അത്തരത്തിൽ ഇതിനെ ഈ പാഠങ്ങൾ ഇങ്ങനത്തെ ദുഃഖകരമായ ഇഷ്യൂസിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് മാറണം. കാരണം ഇന്ന് ടെററിസം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫിനോമിനയാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ സക്രിയ ജോർജ്. ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാം, ഈ കേരളവും ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നടന്ന ഒരു ചർച്ചയിൽ കേരളം നമ്പർ 1 ആണ്. കേരളത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നു. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നാം കേരളത്തെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നേരത്തെ ഞാൻ ശ്രീ സക്രിയ ജോർജ് IPSനോട് ചോദിച്ചതുപോലെ പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്ന പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ആസൂത്രണം കേരളത്തിലാണ്
സ്ലീപ്പർ സെല്ലുകളെ കേരളത്തിൽ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ലഹരിക്കടത്തും സ്വർണ്ണക്കടത്തും ഒക്കെ. കേരളം തീവ്രവാദികളുടെ ഒരു സേഫ് സോണായി തീരുന്നതിന്റെ കാരണം എന്താണ്? കേരളത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്നുവെന്ന് ഒരു വ്യാഴവട്ടക്കാലം മുമ്പെങ്കിലും സംസ്ഥാന സർക്കാരിന് കൃത്യമായ വിവരമുണ്ട്. 2006 കേരള പോലീസിൽ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു IG യുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി. IG നിർമ്മൽ അസ്ഥാന ആയിരുന്നു അന്നത്തെ ഇതിന്റെ ചുമതലക്കാരൻ. അന്ന് ഗവൺമെന്റ് ഇക്കാര്യം വളരെ ഗൗരവത്തോടെ എടുത്ത ഒരു വിഷയമാണ്. അതായത് ഗവൺമെന്റിന് അറിയത്തില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയത്തില്ലാത്തത് കൊണ്ടല്ല ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദികൾ കേരളത്തിൽ ശക്തിപ്പെടുന്നത് എന്നതാണ് സത്യം. അതിനുശേഷം 2007 അന്നത്തെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് ഒരു പത്രസമ്മേളനത്തിൽ കേരളത്തിലേക്ക് 50,000 കോടി രൂപയുടെ കള്ളപ്പണം ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നു, അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തി. നമുക്കറിയാം പല DGPമാരും പലതും ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ DGPക്ക് മുൻപുണ്ടായിരുന്ന DGP അദ്ദേഹം ഇവിടെ വാങ്ങൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ലോക്നാഥ് ബെഹ്റ കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ലക്ഷ്യം വെച്ച് കുറെ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇതിന് നേരെ കണ്ണടയ്ക്കുന്നതാണ് കേരളത്തിൽ ഇത് വളർന്നു വരാൻ ഒരു വലിയ കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പോ ഗുജറാത്തിലെ അഹമ്മദാബാദില് നടന്ന സ്ഫോടനത്തില് ഏതാണ്ട് 70 സ്ഥലത്ത് സ്ഫോടനം നടന്നു. ഏതാണ്ട് 56 പേരും മരിച്ചു, നിരപരാധികളായ ആൾക്കാർ മരിച്ചു. അതിൽ പ്രതികളായവരില് 3 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 പേരും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളും കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരൊക്കെ പഴയ സിമി പ്രവർത്തകരാണെന്നും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്നും ഒക്കെ ഇവിടെയുള്ളവർക്കും ലോകത്തെല്ലാവർക്കും അറിയാം. അതായത് ഈ സിമി പ്രവർത്തകരിൽ ബാക്കിയുള്ള പ്രവർത്തകർ, സിമിയിൽ ഉണ്ടായിരുന്ന പഴയ പ്രവർത്തകർ, ബാക്കിയുള്ള പ്രവർത്തകർ കേരളത്തിൽ തന്നെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാം. അവരെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇവരൊരു വല്ലാത്ത സെക്കുലർ മുഖം അണിയുന്നുണ്ട്. ഈ സെക്കുലർ മുഖം അണിയുന്നു എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായി ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇന്ത്യ ടുഡേക്ക് 2010 ഓഗസ്റ്റ് 7 അവർ പ്രസിദ്ധീകരിച്ച ഒരു കുറിപ്പിലാണ് കൊടുത്ത ഒരു ചെറിയ അഭിമുഖം. അദ്ദേഹം പറഞ്ഞത് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഔട്ട്ഫിറ്റ്, മനുഷ്യാവകാശ സംഘടനകൾ എന്നുള്ള പേരില് വിദേശത്തു നിന്ന് ധാരാളം കള്ളപ്പണം കൊണ്ടുവന്ന് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമുക്കറിയാം 2010 അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദൻ ഡൽഹിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞു, കേരളത്തെ ഒരു മുസ്ലിം മജോറിറ്റി രാഷ്ട്രമായി ശ്രമിക്കാൻ വേണ്ടി തീവ്രവാദികൾ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ പെട്ടെന്നൊരു ഒരു 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 പരിഹാര മാർഗം, അല്ലെങ്കിൽ അതിനെ ഒന്നുമല്ല എന്ന് വരുന്ന ഒരു ഹിന്ദുത്വ സ്റ്റൈൽ എന്നാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയിലും ചിലർ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് അന്ന് VS അച്യുതാനന്ദനെതിരായിട്ട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ പിന്നെ എന്താ VSന്റെ റിയാക്ഷൻ UDF-ഉം മിലിറ്റൻസും തമ്മിലുള്ള തീവ്രവാദികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവരെ വെള്ളപൂശിയായിരുന്നു ഈ VS പറഞ്ഞത്. പക്ഷെ VS വീണ്ടും അത് റീട്രേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഇവരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട രേഖകളിൽ നിന്നാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ VS പറഞ്ഞു. അപ്പൊ കേരളത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം ഫണ്ട് തീവ്രവാദം പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് അറിയത്തില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണ. നമുക്കറിയാം, അടുത്ത കാലത്ത് ഇപ്പം പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോൾ ഒരു സംഭവം, അടുത്ത കാലത്ത് കേരളത്തിലെ DGPമാർ, അതായത് പിന്നെ ഇപ്പോഴത്തെ DGP, ഇതിനു മുമ്പിലത്തെ DGP, അവർ രണ്ടുപേരും നിരോധിക്കണമെന്ന് പറഞ്ഞ ഒരു തീവ്രവാദ ജിഹാദി പുസ്തകമുണ്ട്. ആ പുസ്തകം നിരോധിച്ചില്ല. ഇതുവരെ ഗവൺമെന്റ് നിരോധിച്ചതായിട്ട് നമുക്കറിയത്തില്ല. പകരം എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു വലിയ തന്ത്രപൂർവ്വമായ പണിയെടുത്തു അതിനെക്കുറിച്ച് പഠിക്കാൻ
2 DGPമാര് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഉടനെ അതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റി, അതിന് ടൈം ഫ്രെയിം ഒന്നുമില്ല, എത്ര കാലം വേണേലും അവർക്കടുത്ത് പഠിക്കും. അതായത് ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലൊന്നും ഗവൺമെന്റ് യാതൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ എന്തുമാത്രം പറഞ്ഞാലും അദ്ദേഹത്തിന് ഈ തീവ്രവാദികളോട് വലിയൊരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ നമുക്ക് കരുതേണ്ടി വരും. പിന്നെ വേറൊരു വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പം കേരള ഗവർണറുടെ ഹിജാബ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇമാംസ് കൗൺസിലിന്റെ ഒരു റിയാക്ഷൻ ഇന്ന് വന്നിട്ടുണ്ട്. ഈ ഇമാംസ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കും അത് ഏതാണ്ട് ഒരു CBCI ഒക്കെ പോലെ ഒരു വലിയ ഒരു മെത്രാന്മാരുടെ സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനകളിലൊന്നാണ് ഇത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ പോഷക സംഘടനകളെ കുറിച്ച് നമ്മൾ അറിയുന്നത് നല്ലതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനകള് അവർ നടത്തുന്നത് സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ്, അത് മിക്കവാറും അത് തന്നെയായിരിക്കും. ഗുഡ് ഹോപ്പ് സ്പെഷ്യൽ സ്കൂൾ അക്സസ് കൗൺസിലിംഗ് ഗൈഡൻസ് സെന്റർ, റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, മുസ്ലിം റിലീഫ് നെറ്റ്വർക്ക്, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ ലോയേഴ്സ് നെറ്റ്വർക്ക്, മീഡിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ, ഇസ്ലാമിക് ഫൗണ്ടേഷൻ സെന്റർ ഫോർ മുസ്ലിം കോൺവേർട്സ് ആൻഡ് ഇമാംസ് കൗൺസിൽ, ഇതൊക്കെ ഇവരുടെ സംഘടനകളാണ്. അപ്പൊ ഇത് പുറമേ കേൾക്കുമ്പോൾ ലോയേഴ്സ് നെറ്റ്വർക്ക്, നാഷണൽ ലോയേഴ്സ് നെറ്റ്വർക്ക് പ്രതികരിച്ചു നമ്മൾ ഓർക്കേണ്ടത് സെക്യുലർ സംഭവമാണ്. ഇവരുടെ തീവ്രവാദികൾക്ക് നല്ല ആവരണം കൊടുത്ത് ഇവർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട വേറൊരു സംഭവം, ഇവർക്ക് ഏതാണ്ട് 20 സെപ്പറേറ്റ് വിങ്സ് ഉണ്ട് എന്നാണ് പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്ത്രീകൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട്, സ്റ്റുഡൻസിനുണ്ട്, ഇമാംസിനുണ്ട്, ലോയേഴ്സിനുണ്ട്, ഡോക്ടേഴ്സിനുണ്ട്, ജേർണലിസ്റ്റിനുണ്ട്, അതുപോലെ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് എല്ലാം നടത്തുന്നുണ്ട്. അപ്പൊ ഇവരുടെ പേരുകളൊക്കെ നാഷണൽ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ നാഷണൽ അവരുടെ തീവ്രവാദ പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഡെമോക്രസിയെ കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് ഒരു വിശ്വാസം ഇത് തന്നെ പറഞ്ഞിരിക്കുന്ന ഹമീദ് ചെന്തമംഗലൂർ എന്ന അദ്ദേഹം പിന്നെ ഇന്ത്യ ടുഡേക്ക് കൊടുത്തതിനകത്ത് പറയാണ്, അവർ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റിന്റെ ആൾക്കാരാണെങ്കിലും അവര് ജനാധിപത്യത്തെക്കുറിച്ചും ഡെമോക്രസിയിലും സെക്കുലറിസത്തിലും ഒരു വിശ്വാസമില്ല. അവരുടെ റഷ്യൻ തന്നെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. പക്ഷെ അവർ പലപ്പോഴും പറയുന്ന വലിയ കേൾക്കാൻ സുഖമുള്ള ജനാധിപത്യപരമായ വാക്കുകളും സെക്കുലർ പദങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നു. അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തില് മൗലാന മൗദൂദി, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ അല്ലെ സയ്യിദ് കിതാബ്, ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ആളിന്റെ ഒക്കെ തത്വസംഹിത അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഗവൺമെന്റിന് അറിയാം. ഗവൺമെന്റിന്റെ വിവരം ഇല്ലാത്തത് കൊണ്ടല്ല, ഗവൺമെന്റിന്റെ വളരെ കൃത്യമായ വിവരങ്ങളുണ്ട്. കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനത്തെക്കുറിച്ച് ഗവൺമെന്റിനുള്ള അറിവുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയിരിക്കുന്ന ചില വിവരങ്ങളുണ്ട്. കേരളത്തില് 3 സ്കൂളുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് കാസർഗോഡ് മൊഡ്യൂൾ, പിന്നെ കണ്ണൂർ മൊഡ്യൂൾ, പിന്നെ ഉള്ളത് കണ്ണൂർ മൊഡ്യൂൾ തന്നെ താലിബാൻ കംസയുടെ നേതൃത്വത്തിലുള്ള വണ്ടൂർ മൊഡ്യൂള്, പിന്നെ ഒമർ അൽ ഹിന്ദി മൊഡ്യൂൾ. ഇങ്ങനെ ഒരു 4 മൊഡ്യൂളായിട്ട് 4 കേന്ദ്രങ്ങളെ പ്രവർത്തിക്കും. ഇതൊക്കെ NIA-യുടെയും ഗവൺമെന്റിന്റെയും വിവരങ്ങളുള്ളതാണ്. ഈ NIA-യിൽ നിന്ന് ചോർത്തി വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിനകത്ത് കുറച്ചു മുമ്പ് സാറ് പറഞ്ഞല്ലോ, ഒരു മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവർ വിശ്വാസമൊന്നും നോക്കാൻ സത്യമാണ്. ഈ അവസാനത്ത് പറഞ്ഞ ഇവരുണ്ടല്ലോ, ഒമർ അൽ ഹിന്ദി മൊഡ്യൂളിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങള് തെക്കേ ഇന്ത്യയിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്താമെന്നുള്ളത്. അവര് ലക്ഷ്യം വെച്ചത് കൊടൈക്കനാലിലെ ജ്യൂസിനെ ആയിരുന്നു, തമിഴ്നാട്ടിൽ. പിന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഹൈക്കോടതി ജഡ്ജസ്, സീനിയർ പോലീസ് ഓഫീസേഴ്സ്, നാഷണലിസ്റ്റ്, അഹമ്മദിയ മുസ്ലിംസിനെ അവർക്ക് അതിനുവേണ്ടി അവർ ആയുധങ്ങൾ ശേഖരിക്കുന്നു, വിഷം, ബോംബ് ഇതൊക്കെ ഉപയോഗിക്കുന്നു. ഇതെല്ലാം സർക്കാരിന്റെ ഉള്ള വിവരമാണ്. അപ്പൊ ഇത് സർക്കാരിന് വിവരമില്ലാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ അല്ല. കേരളത്തിന്റെ തുടർച്ചയായിട്ടുള്ള 3-4 DGPമാർ ഇതിന്റെ വേണ്ട മുന്നറിയിപ്പുകൾ എല്ലാം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. 2006 മുതൽ കേരളത്തിലെ ഗവൺമെന്റ് ഇതിനെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു അമിത സ്വാധീനമുണ്ട്. ഇടതുപക്ഷം വരുമ്പോൾ ഇവര് എന്ത് ചെയ്യും? ഇപ്പൊ അവർക്ക് ലീഗ് അപ്പുറത്തുള്ളത് കൊണ്ട് ഇടതുപക്ഷം കൂടുതലായി, തീവ്രവാദികൾ കൂടുതലായി ആശ്രയിക്കുന്ന വലതുപക്ഷത്തെയാണ്. NIA നമുക്കറിയാം, ഈ വിവാദങ്ങളിൽപ്പെട്ട മന്ത്രി KT ജലീൽ അദ്ദേഹം ഒരു പഴയ സിമി പ്രവർത്തകനായിരുന്നു. ഈ സിമി പ്രവർത്തകരുടെയൊക്കെ അവർക്ക് വരുത്തിയിരിക്കുന്ന ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ ഒന്ന് മാറിപ്പോകുന്ന കാര്യങ്ങളല്ല. അവരുടെയൊക്കെ ഉള്ളിൽ ബേസിക് ആയിട്ടുണ്ട്. അദ്ദേഹമാണ് ഖുറാൻ മേടിച്ച് കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ വണ്ടിയില് ഒരു
അതിന്റെ പിന്നെ ഈ പോകുന്ന ഡയറക്ഷൻ സംബന്ധിച്ചുള്ള കൺട്രോളും ഒക്കെ ഓഫ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയുന്നു. അവിടുന്ന് പിന്നെ തിരുവനന്തപുരത്തെ കോൺസുലേറ്റിൽ നിന്ന് മേടിച്ച് അദ്ദേഹം കൊണ്ടുപോയി എന്ന് പറയുന്നത് അതിനകത്ത് ഖുറാൻ മാത്രമാണോ? അതൊക്കെ വിവാദപരമായ വിഷയങ്ങളാണ്. അതിനകത്ത് ഉണ്ടായിരുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഖുറാനാണെന്ന് അദ്ദേഹം പറയുന്നു. അല്ലെന്നിരിക്കാൻ ആരുടെയും കാര്യമൊന്നുമില്ല. ഇങ്ങനെ വന്ന പാഴ്സലുകളിൽ സ്വർണം ഉണ്ടായിരുന്നെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. അത് ഖുറാൻ പാഴ്സലാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പം ഒത്തിരി സംശയങ്ങൾക്കും സന്ദേഹങ്ങളും ഇടയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിനോട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മിതു ഹിന്ദുത്വ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു സെന്റൻസോടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഹിന്ദുത്വത്തെ എന്തെങ്കിലും ഒന്ന് അനുകൂലിച്ച് പറഞ്ഞ ഉടനെ മൃദു ഹിന്ദുത്വ എന്നും പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാര് ഈ തീവ്രവാദത്തിനോട് വളരെ സോഫ്റ്റായ വളരെ മൃദുവായ ഒരു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു അപകടകരമായ ഒരു കാര്യം കൂടെ ഇപ്പൊ സാറിന് അറിയാവുന്ന ഒരു കാര്യം, കേരളത്തിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് SDPIക്ക് പോലീസ് ഇന്റലിജൻസ് ചോർത്തിക്കൊടുത്ത 2 പേരെ പോലീസ് പിടിച്ചു. 2 മുസ്ലിമുകളെ അവർ ദേവപ്രസാദ്. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ടി ദേവപ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ പോലീസ് മേധാവികൾ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നറിയിപ്പുകൾ ഭരണകൂടങ്ങൾക്ക് നൽകുന്നു. എന്നാൽ പലപ്പോഴും അത് അവഗണിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് കേരളം മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ പലപ്പോഴും ഈ ഒരു തീവ്രവാദത്തോട് അല്ലെങ്കിൽ തീവ്ര സംഘടനകളോട് ഒരു മൃദു സമീപനം പുലർത്തുന്നത്? ഇത്തരത്തിലുള്ള ഒരു മൃദു സമീപനം മൂലമല്ലേ കേരളത്തിൽ പലപ്പോഴും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നത്? ശ്രീ രാഹുൽ ഈശ്വർ. ആദ്യം തന്നെ ഞാനൊരു ഗാന്ധിയനാണ്. മതസൗഹാർദ്ദത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമില്ലാതെ നമ്മുടെ നാടിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ നോക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. കേരളത്തിൽ 27% മുസ്ലിം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 94 ലക്ഷം മുതൽ ഏകദേശം 1 കോടി വരെ. ഈ 1 കോടി വരെയുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ ബഹുഭൂരിപക്ഷവും തീവ്രവാദത്തിനെതിരാണ്. അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നവരും രാജ്യസ്നേഹമുള്ളവരുമാണ്. എന്നാൽ അവരിൽ ഒരു ചെറിയ വിഭാഗം, നമുക്കറിയാം, ഐസിസിലേക്കാകട്ടെ, സിറിയയിലേക്കാകട്ടെ, അഫ്ഗാനിസ്ഥാനിലേക്കാകട്ടെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയാത്ത സത്യമാണ്. ഇവരെ പൊതുവെ ഇസ്ലാമിസ്റ്റുകളെന്നോ ഒക്കെയാണ് വിളിക്കാറുള്ളത്. അതായത് ഇസ്ലാമിക് എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതമാണെങ്കിൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഗോഡ്സെയും ഹിന്ദു ആയിരുന്നു, പക്ഷേ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഒരിക്കലും നല്ല ഹിന്ദുവായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ ഇസ്ലാമിസ്റ്റുകളുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. മാറി മാറി വരുന്ന ഭരണമുന്നണികൾ പലപ്പോഴും ഈ 27% മുസ്ലിം സഹോദരങ്ങളുടെ വോട്ട് ബാങ്കുകൾ കണ്ട് പേടിക്കുകയും അല്ലെങ്കിൽ ആ വോട്ട് ബാങ്കുകൾ പലപ്പോഴും പ്രോ ടെററോ പ്രോ ഹാർഡ് ലൈനോ ആണെന്ന് തെറ്റിദ്ധരിക്കുകയും മറ്റും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഈ പ്രശ്നം. മുസ്ലിം സമൂഹത്തിന് മറ്റ് പല കാരണങ്ങളാൽ തന്നെ ഓൾറെഡി ഒരു ഇൻസെക്യൂരിറ്റിയും മറ്റുമുണ്ട്. അപ്പോൾ ഒരു ക്ലാനിഷ് സ്വഭാവം, ഒരു ബീയിങ് എ ഗ്രൂപ്പ് ആൻഡ് ട്രൈബിന്റെ സ്വഭാവം കുറച്ച് കൂടുതലായി നമുക്ക് പലപ്പോഴും കാണാം. അവരുടേതായ കാര്യങ്ങളും അവരുടേതായ സമുദായത്തിനും കുറെ കൂടെ നിൽക്കാൻ. അപ്പോൾ ഓൾറെഡി ഈ തീവ്രവാദം അടക്കമുള്ള ആൾക്കാരിലേക്ക് വരുമ്പോൾ അവരുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുമോ എന്ന പേടി കാരണമാണ് പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് മൃദുവായ സമീപനം എടുക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ശക്തമായ നിലപാടെടുക്കാത്തത്. കോൺഗ്രസ് വലിയ പാർട്ടിയാണ്, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള പാർട്ടികളിലൊന്നാണ്. പക്ഷേ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആൾക്കാർ ഒസാമ ജി എന്ന് വരെ വിളിക്കുന്നതിന്റെ ഒരു ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയത് ഏറ്റവും വിഷമകരമാണ്. ആലോചിച്ച് നോക്കുക, ലോക തീവ്രവാദത്തിൽ അല്ലെങ്കിൽ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന തലയ്ക്ക് അമേരിക്കക്കാർ ലക്ഷക്കണക്കിന് ഡോളർ ബൗണ്ടി ഇട്ടിട്ടുള്ള തീവ്രവാദി വരെ ഹാഫിസ് ജി എന്ന് വിളിക്കാൻ കഴിയുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും അവിടെയുണ്ട്. അപ്പൊ ഹരിദ്വാറിൽ നടന്ന അധർമ്മ സംസത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ ഒന്നും ശരിയല്ല, അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾ വളരെ തെറ്റാണ്. എന്നാൽ ഇസ്ലാമിസ്റ്റുകളോട് പലപ്പോഴും ലെഫ്റ്റ് ലിബറലുകളും കോൺഗ്രസ് പോലുള്ള പാർട്ടികളും വേണ്ട രീതിയിൽ ശക്തമായ നിലപാട് എടുക്കാറില്ല എന്നൊരു സത്യമാണ്. അത് പലപ്പോഴും ഈ വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാർ ഇടത് വലത് മധ്യഭേദമന്യേ നോക്കേണ്ട കാര്യം, ബോംബ് പൊട്ടുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ചോദിച്ചിട്ടല്ല പൊട്ടാറുള്ളത്. നമ്മുടെയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും എല്ലാം ത്രെറ്റിലാണ്. ഈ വിഷയം മറക്കരുത്. അപ്പൊ അവിടെ തന്നെ തീർച്ചയായും ഗുജറാത്തിൽ സംഭവിച്ചത് ദൗർഭാഗ്യകരമാണ്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഇത്തരം കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന എല്ലാം ദൗർഭാഗ്യകരമാണ്. പക്ഷെ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം ഒരു ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്നതിനപ്പുറം ബോംബുകളിൽ കൂടി തിരിച്ചാക്രമിക്കാമെന്ന് കരുതുകയും അതിൽ മലയാളികൾ മരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വേദനാജനകമാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 20 കോടി ജനങ്ങളുണ്ട് UP-യിൽ, കേരളത്തിൽ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. 20 കോടി ജനങ്ങളിൽ നിന്ന് എത്ര പേര് ഐസിസിൽ പോയി, 3.5 കോടി മലയാളികളിൽ നിന്ന് എത്ര പേര് ഐസിസിൽ പോയി നോക്കിയാൽ ഉത്തർപ്രദേശിൽ നിന്ന് പോയത്, അതായത് നമ്മുടെ 6 ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നാണ് പോകുന്നത്.
തീവ്രവാദത്തെ ന്യായീകരിക്കാൻ പലപ്പോഴും പറയുന്നത് അവർക്ക് ജസ്റ്റിസ് ഇല്ലാത്തതുകൊണ്ട്, സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമായതുകൊണ്ട്, ഇസ്ലാമോഫോബിയ ഉള്ളത് കാരണം തീവ്രവാദത്തിലേക്ക് ആകർഷണമാകുന്നു എന്നാണല്ലോ ലെഫ്റ്റ് ലിബറൽസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലെക്കാട്ടി കൂടുതൽ ആൾക്കാർ പിണറായി വിജയൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ലെഫ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ച കേരളത്തിൽ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയല്ല, ഒരു അന്താരാഷ്ട്ര ഖിലാഫത്തോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നും അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. അവരെ ഒറ്റപ്പെടുത്തണം. ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധ മക്ക, സാക്ഷാൽ പരിശുദ്ധ മക്ക 1989 ആണെന്നാണ് എന്റെ ഓർമ്മ. നവംബർ 20 പരിശുദ്ധ മക്ക ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളായ അൽ ഇഖ്വാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്രമിക്കുകയും 550ഓളം പേരുടെ മരണത്തിന്റെ ഇടയാകുകയും ചെയ്തൊരു സംഭവം. ആക്രമിച്ചത് വേറെ ആരെയല്ല, പരിശുദ്ധ മക്കയാണ്. നമ്മുടെ ഷിയകളെ എത്രയോ ആക്രമിക്കുന്നു. അപ്പൊ ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഹാർഡ് ലൈനേഴ്സ്, വഹാബികളെന്നോ അല്ലെങ്കിൽ തീവ്ര വഹാബികൾ, ദേയിഷ് വഹാബികൾ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചിന്താധാരയുണ്ട്. അവർക്ക് ബാക്കി ആരെ ഇഷ്ടമല്ല. അവർക്ക് ഷിയകളെ ഇഷ്ടമല്ല, അഹമ്മദിയരെ ഇഷ്ടമല്ല, അവരല്ലാത്ത ആരെ അവർക്ക് ഇഷ്ടമല്ല. അവർ ലോകാധിപത്യത്തിനോ അവരുടെ പ്രതികാര വാഞ്ചയ്ക്കോ അല്ലെങ്കിൽ പ്രതികാരം എന്നവർ ന്യായീകരിക്കുന്ന വാഞ്ചയ്ക്കോ വേണ്ടി പല ഭാഗങ്ങളിലും ആക്രമണം ഉണ്ടാകുന്നുണ്ട്, ആക്രമിക്കാറുണ്ട്. അതിനെതിരെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രാജ്നാഥ് സിംഗ് ജി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം അൽ ഖൈദയ്ക്കാകട്ടെ ബാക്കി തീവ്ര വഹാബി ഇസ്ലാമിസ്റ്റ് ശക്തികൾക്കാകട്ടെ വലിയ സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയാത്തത് നമ്മുടെ നാടിന്റെ ഐക്യവും ഒരുമയുമാണ്. അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ ഇസ്ലാമിസ്റ്റ് തീവ്രതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. ഒരു കാര്യം കൂടി ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പലപ്പോഴും തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഉയർന്നു വരുന്ന ഒരു വാദമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ തീവ്രവാദ സംഘടനകളോട് ഒരു മൃദു സമീപനം പുലർത്തുന്നത്. ഇത്തരത്തിലൊരു സമീപനം പുലർത്തിയാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇക്കൂട്ടർ അപകടപ്പെടുത്തുകയല്ലേ? ഈ രാജ്യമുണ്ടെങ്കിലല്ലേ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ നിലനിൽപ്പുള്ളൂ. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുന്ന ഈ ഒരു നിലപാടിന് അന്ത്യം കുറിക്കേണ്ടതല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? 1% സംശയമില്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ അത് പറയുന്നത്, ഇത് കേൾക്കുന്ന ആർക്കും വിഷമം തോന്നരുത്. എനിക്ക് എല്ലാ മതങ്ങളോടും ബഹുമാനമാണ്. പക്ഷെ എന്താ പറയുക, ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിന്റെ കൂടെ നമ്മൾ നോക്കണം. സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇനി ഡെമോഗ്രഫിക് ചേഞ്ചസ്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ കുറെ കൂടെ കൃത്യമായി നമ്മുടെ രണ്ടിന്റെയും ഫെർട്ടിലിറ്റി റേറ്റ്സ് കുറവാണ്. അതായത് ലോകമാകമാനമുള്ള ഡെമോഗ്രഫേഴ്സ് പറയുന്നത് ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ 2.1 എന്ന് പറയുന്ന ഫെർട്ടിലിറ്റി റേറ്റ് വേണം. അതായത് ഒരു അമ്മച്ചിയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിക്കണം. ഹിന്ദു ജനവിഭാഗത്തിന് അത് 1.2 to 1.4 ആണ്. നായന്മാർക്ക് അത് ഇതിലും കുറവാണ്. വിശാല ഹിന്ദുവിൽ 1.2 to 1.4 ആണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് അത് 1.8 or 1.9 ആണ്. അതായത് പക്ഷെ പാനലിരിക്കുന്ന മറ്റ് പ്രഗത്ഭർക്ക് വേണമെങ്കിൽ തിരുത്താം. രണ്ട് സമുദായത്തിനാണെങ്കിലും 2.1 താഴെയാണ്. മുസ്ലിം സമൂഹത്തിന് അത് 2.7 ആണ്. അപ്പം ആ 2.7 ക്രമാതീതമായി കൂടുതലൊന്നുമല്ല, പക്ഷെ ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ ക്രമാതീതമായി കുറവാണ്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലുള്ള സാമൂഹിക ഡെമോഗ്രഫിക് ആയിട്ടുള്ള ചേഞ്ചസ്, സാമ്പത്തികമായിട്ടുള്ള ചേഞ്ചസ്, ഇതൊന്നും അഡ്രസ് ചെയ്തിരുന്നത് കാര്യമില്ല. ഇത് ഏറ്റവും നല്ല രീതിയിൽ പറയണം, ഏറ്റവും ഭംഗിയായി പറയണം, ഏറ്റവും മതസൗഹാർദ്ദത്തിനെ ബേസ് ചെയ്ത് പറയണം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് വ്യക്തിപരമായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി പണ്ട് മെഹദൂദിയൻ സ്റ്റാൻഡിൽ പോവുകയും പിന്നീട് കുറച്ചൊക്കെ ഒരു നയവ്യതിയാനമോ അല്ലെങ്കിൽ കുറച്ച് മയപ്പെടുത്തലൊക്കെ ഉണ്ടായി എന്ന് അവർ അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലൊന്നാണ്. എന്നെ ജമാഅത്തെ ഇസ്ലാമി ഒരു സംവാദത്തിന് വിളിച്ചിരുന്നു എറണാകുളത്ത്. ആ സംവാദത്തിലടക്കം അവിടെ അതിനുശേഷമാണ് മറ്റേ പാനായക്കുളത്തിലേക്കൊക്കെ ക്യാമ്പിലേക്ക് വന്നത്. എന്നെ ഇപ്പോഴത്തെ ADGP ശ്രീജിത്ത് സാർ, IG ആയിരുന്നു എന്ന് തോന്നുന്നു, ശ്രീജിത്ത് സാർ എന്നെ വരികയും എന്നെ ആ പരിപാടിക്ക് ത്രെറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പനങ്ങാട് വെച്ച് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പോ അതായത് അവരൊന്ന് പറഞ്ഞിരുന്നത് കാഫിറായ രാഹുൽ ഈശ്വറിനെ അങ്ങനെ ഒരു മുസ്ലിം പരിപാടിയിൽ വിളിക്കേണ്ടതാണ്. കൊച്ചിയിൽ വെച്ചാണ് സംഭവം. ഏകദേശം 2 മണിക്കൂർ ഞങ്ങളെ മാറ്റി നിർത്തുകയും എന്ന് ധാരാളം ചെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് കോടതിയിലും മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോ ഏറ്റവും ഇവർക്ക് മതസൗഹാർദ്ദവും മതേതരത്വവും ഒന്നുമില്ല. ഇവർക്ക് തീവ്രവാദികളും ബാക്കിയുള്ളവരും, ഈ രണ്ട് ഡിഫറൻസിയേഷനേ അവർക്കുള്ളൂ. അതുകൊണ്ട് ഇവരെ ഒന്ന് ശക്തമായി നേരിടണം, രണ്ട് അതോടൊപ്പം നമ്മുടെ മുഖ്യധാരാ മുസ്ലിം സഹോദരങ്ങളെ പരമാവധി കൂടെയും നിർത്തണം. ഈ രണ്ട് രീതി പോകണം. ഒന്ന്, ശക്തമായ തീവ്രവാദത്തിനെതിരെ ആയുധങ്ങൾ ഉപയോഗിച്ചും നമ്മുടെ റിസോഴ്സ് ഉപയോഗിച്ചും ഫൈറ്റ് ചെയ്യണം. മറ്റ് നമ്മളോടൊപ്പം നിൽക്കുന്ന മുഖ്യധാരയോടും രാജ്യത്തോടും ഒക്കെ നിൽക്കുന്ന ഏറ്റവും നല്ല മുസ്ലിം സഹോദരങ്ങളെ നമ്മുടെ കൂടെ നിർത്താനും ആ രീതിയിൽ
തീവ്രവാദത്തെ കൂടുതൽ ദുർബലപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു അപ്രോച്ച് ഇല്ലാതെ പോകാൻ കഴിയില്ല. പക്ഷെ ഈ ഇന്റഗ്രേഷൻ വേറെ, അപ്പീസ്മെന്റ് വേറെ, ഒരുമിച്ച് നിർത്തുന്നത് വേറെ, പ്രീണനം വേറെ. ഈ കൃത്യമായ വ്യവച്ഛേദം ഉണ്ടാകണം. അപ്പം പ്രീണനം ആകരുത്, പക്ഷെ അപ്പീസ്മെന്റ് ആകരുത്, പക്ഷെ ഇന്റഗ്രേഷൻ ആകാം. അപ്പീസ്മെന്റും ഏലിയേഷനും വേണ്ട, പക്ഷെ ഇന്റഗ്രേഷൻ ആകാം എന്നൊരു നിലപാടിൽ പോകണം. അത് വളരെ കെയർഫുൾ ആയ ക്ലിനിക്കൽ പ്രിസിഷനുള്ള ഒരു കൈയടക്കം വേണ്ട രാഷ്ട്രീയ നിലപാടാണ്. അത് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ സക്രിയ ജോർജ് IPS, കേരള പോലീസിൽ ചിലരെങ്കിലും ഈ തീവ്രവാദ ചിന്തകളിലേക്ക് വഴുതി വീഴുന്നുണ്ടോ? നമുക്കറിയാം, അതിനെ സാധൂകരിക്കുന്ന ചില വാർത്തകളൊക്കെ ഈ അടുത്ത നാളുകളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം വായിക്കുകയുണ്ടായി. ഈ പച്ചവെളിച്ചം പോലുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ തീവ്ര ഇസ്ലാമിക സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു അനസ് എന്ന് പറയുന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇത്തരത്തിൽ തീവ്രവാദത്തിൻ്റെ ഒരു സ്വാധീനത്തിൽ കേരള പോലീസിലെ ചിലരെങ്കിലും വീണു പോകുന്നുണ്ടോ ശ്രീ സക്രിയ ജോർജ് IPS? ആദ്യമേ ഈ പച്ചവെളിച്ചം എന്നുള്ള സംഘടനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു പൊളിറ്റിക്കൽ പ്യൂരിഫിക്കേഷനാണ്. പൊളിറ്റിക്കൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പൊതുവെ ചെയ്യുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ അപകടം അവർ സജ്ജനങ്ങളെ അകത്തി നിർത്തുകയും ദുർജനങ്ങളെ അടുത്ത് നിർത്തി അവരുടെ പൊളിറ്റിക്കൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യും. കാരണം സജ്ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ പോസ്റ്റർ ഒട്ടിക്കാൻ, നേതാക്കന്മാർക്ക് പോസ്റ്റർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ തോരണം ഒട്ടിക്കാനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാരുടെ വീട് അറ്റാക്ക് ചെയ്യാനോ തോരണം വലിച്ചു കീറാനൊന്നും പോകത്തില്ല. അപ്പോൾ എപ്പോഴും ദുർജനങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നിൽക്കുന്നത്. അവർ വളരെ എഫക്റ്റീവായിട്ട് ഇവരെ എല്ലാം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രസകര കാര്യം, ഞാൻ ഇന്ന് വരെ ഈ ക്രിമിനൽസിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇന്ത്യയിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഇപ്പം ഗാന്ധിയിസവും പറയുകയും ഗാന്ധിജിയുടെ ഫോളോവേഴ്സാന്ന് പറയുകയും അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ വിശ്വാസത്തിലുള്ള ആൾക്കാരുടെയൊക്കെ പേരും പെരുമയൊക്കെ പറഞ്ഞാൽ പോലും ആരും ക്രിമിനൽസിൻ്റെ വോട്ട് വേണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം ക്രിമിനൽസിന് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, പീപ്പിൾ ഹു ആർ ഇൻ പവർ, അവരുടെ കയ്യിൽ നിന്നും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അവസ്ഥയിൽ ഇവരെ കയറൂരി വിട്ടേക്കുവാണ്. അവർ കയറൂരി വിട്ട് കഴിയുമ്പോൾ അവരെന്തും ചെയ്യും. അതേപോലെ തന്നെ പോലീസിനകത്തും പോലീസ് അസോസിയേഷനെ കയറൂരി വിട്ടേക്കുവാണ്. ബംഗാളിൽ മാത്രം നട്ടലുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട്, മമതാ ബാനർജി 2011 ഇത് നിരോധിച്ചു, പോലീസ് അസോസിയേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് വായിച്ചിരുന്നു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം ഇഷ്ടമുള്ളിടത്ത് പോയിരിക്കുക. ഞാൻ എൻ്റെ IPS ഇൻഡക്ഷൻ കോഴ്സിന് പോയപ്പം ബംഗാളിൽ നിന്നുള്ള ഓഫീസർമാർ പറഞ്ഞു, ഭയങ്കര ന്യൂയിസൻസ് ആണ്. ഒരു ഓഫീസർ എങ്ങോട്ടേലും ഒന്ന് ചെറിയൊരു ഷോർട്ട് ലീവിനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനോ പോയി കഴിയുമ്പോൾ അവരുടെ ഓഫീസ് വരെ ഈ യൂണിയൻ നേതാക്കൾ കയറിയിരുന്ന് ഓക്യുപ്പൈ ചെയ്യുവാണ്. അങ്ങനെ അവർ മമത വന്നപ്പോൾ വിവരമൊക്കെ പറഞ്ഞപ്പം അവർ 2011 ഇത് ആക്ച്വലി ബാൻ ചെയ്തു. പിന്നെ അതിപ്പം കോടതി കേസാണ്. ഇപ്പം അവർ ബാൻ ചെയ്യുന്നതിന് മുമ്പ് അവർ വളരെ ബുദ്ധിപരമായ ഒരു കാര്യം കൂടെ ചെയ്തു. പോലീസിന് വെൽഫെയർ ബ്യൂറോ ഉണ്ടാക്കി. വെൽഫെയറിലാണ് അസോസിയേഷൻസ് എല്ലാം ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ വെൽഫെയർ ബ്യൂറോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ വെൽഫെയർ അസോസിയേഷൻ്റെ ആവശ്യമില്ല. കാര്യം ദർ ഈസ് ഓൾറെഡി എ വെൽഫെയർ ബ്യൂറോ. ആ പ്രമാണത്തിൽ അവരത് ബാൻ ചെയ്തു. ഇവിടെ വെൽഫെയർ ബ്യൂറോ വന്നിട്ട് ഈ പോലീസ് അസോസിയേഷനെ ബാൻ ചെയ്യുന്നില്ല. അപ്പോൾ പോലീസ് അസോസിയേഷൻകാരുടെ ഒരു ശാഖ മാതിരി തന്നെയാണ് ഈ പച്ചവെളിച്ചമൊക്കെ നിൽക്കുന്നത്. കാരണം അവർക്ക് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവർ ഭരണത്തിലിരിക്കുന്ന പോലീസ് അസോസിയേഷൻകാരുമായിട്ട് അവർ ചേരുന്നുണ്ട്. ഇത് അങ്ങോട്ട് ഹാൻഡ് ഇൻ ഗ്ലൗസിലുള്ള ഓരോ പരിപാടികളാണ്. ഇവരുടെ പ്രധാന ജോലി പോലീസിൽ ജോലി ചെയ്യാതെ നടക്കുക, അതുപോലെ തന്നെ പോലീസിലെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ട് കൈക്കൂലി ഉണ്ടാക്കുക, മദ്യപിക്കുക. പിന്നെ അവർ കാണിക്കുന്ന വേറെ മ്ലേച്ഛത്തരങ്ങളും അസോസിയേഷൻ്റെ മറവിൽ തീർച്ചയായിട്ടും അതിനെ കവറപ്പ് ചെയ്യുകയാണ്. ഈ അസോസിയേഷന് പിരിച്ചുവിടേണ്ട മമത ബംഗാളിൽ ചെയ്ത പോലെ ഇവിടെ എല്ലാവരും ബംഗാളിനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബംഗാളിൽ 11 വർഷം മുമ്പ് മമതാ ബാനർജി ചെയ്ത ആ ബാൻ ഇവിടെ വളരെയധികം ആവശ്യമാണ്. കാര്യം പോലീസിൽ വെൽഫെയർ ബ്യൂറോ വന്നു. പിന്നെ സുപ്രീം കോടതിയിലെ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് പറഞ്ഞു. ആ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് നോക്കിയാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫറുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാം. മാത്രമല്ല ഗവൺമെന്റ് ഓർഡർ 3/2017 പോലീസിന്റെ പോസ്റ്റ്, അവിടെയാണ് പോലീസിന് ഗ്രീവൻസ് ഉള്ളത്. അതിനുവേണ്ടി ഡീറ്റെയിൽ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നല്ല പ്രോപ്പർ ഇൻഹൗസ് സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസുകാരുടെ മിക്ക ഗ്രീവൻസും കഴിയും. പിന്നെ ഇവർക്ക് അസോസിയേഷൻ ചോദിക്കാനുള്ള
യാതൊരു ഇതുമില്ല. അസോസിയേഷൻസ് വരുമ്പം അതിന് കമ്മ്യൂണൽ കളർ വരും, പൊളിറ്റിക്കൽ കളർ വരും. ഇനി മാത്രമല്ല, ആന്റി സോഷ്യൽസിന് വേണ്ടിയിട്ട് പോലും ഇവര് നിൽക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പോലീസ് ലീഡർഷിപ്പ് തയ്യാറാകണം. പ്രകാശ് സിംഗ് കേസിനകത്ത് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷനും നാഷണൽ സെക്യൂരിറ്റി കമ്മീഷനും ഫോം ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ എഫക്റ്റീവായിട്ട് അത് പ്രവർത്തിപ്പിക്കേണ്ടതാണ്. ഇപ്പം ഇവിടെ നമ്മുടെ സഹ പാനലിസ്റ്റ് അദ്ദേഹം പറഞ്ഞു, ഈ ക്രോഡ്സിന്റെ കാര്യം പറഞ്ഞു. 50,000 ക്രോഡ്സിന്റെ അല്ല 40,000 ക്രോഡ്സ് ആയിരുന്നു. അത് സത്യത്തിൽ അന്ന് ശ്രീ ജേക്കബ് പൊന്നൂസ് പ്രഖ്യാപിച്ചത് ഒരു ഐ വാഷർ ആയിരുന്നു, ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ആ സമയത്ത് 2007-8 കേരളത്തിൽ ഒത്തിരി കസ്റ്റോഡിയൽ ഡെത്ത് നടന്നു. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ തന്നെ ഒരു വളരെ ഹീനസ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു. ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഈ കോടി പൈസയുടെ കാര്യം എടുത്തിട്ടു. കാരണം പറയണമെന്നുണ്ടായിരുന്നു, കുറച്ചു മുമ്പേ ഏഷ്യൻ ടെർമിനലിൽ കോയ എന്ന് പറഞ്ഞ ഒരാൾ തോക്ക് കടത്തിയായിരുന്നു. അന്ന് ഞാൻ കൊച്ചി സ്പെഷ്യൽ ബ്രാഞ്ച് CID-യിലുണ്ട്. ആ സമയത്ത് പറയണമായിരുന്നു. അന്നാണ് കണ്ടെയ്നറിൽ കൂടി നോട്ട് കടത്തി എന്നൊക്കെ പറഞ്ഞു വന്നത്. ഇത് അന്നേരം ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയാതെ പിന്നെ ഈ കസ്റ്റോഡിയൽ ഡെത്ത് കൂടുതൽ വന്ന് പിന്നെ അന്നത്തെ ഭരണത്തിനെ ജനം വിലയിരുത്തുകയും നിയമസഭയിലൊക്കെ ഇഷ്യൂസൊക്കെ റേസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ കേരള ശബ്ദം വഴി പുറപ്പെടുവിച്ച സാധനമാണ് കിഡ്നാപ്പ്. അത് സത്യം പറഞ്ഞാൽ പണ്ട് പെരുമൺ ട്രാജഡിയിൽ നടന്ന ഫണൽ ഷേപ്ഡ് ടൊർണാഡോ മാതിരി ഒരു സമൂഹത്തെ അന്നത്തെ ചർച്ചകളെ വിഴുങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വജ്രായുധമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫിനോമിനയാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്ന IS-കാരൊന്നും ഇവിടുന്ന് പോകുന്നതല്ല. സത്യത്തിൽ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞത് ISI ആണ്, പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗമാണ്. കാരണം ISIക്ക് ഇഷ്ടം പോലെ ഫണ്ടുണ്ട്, അത് നോൺ ഓഡിറ്റബിൾ ആണ്. ആ നോൺ ഓഡിറ്റബിൾ ഫണ്ട് അവർക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അവർക്ക് എന്നും ഇന്ത്യയുമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇത് എൻ്റെ സ്കൂൾ ക്ലാസ്മേറ്റ് ഫ്രണ്ട്, ഒരു ആർമി ഓഫീസർ, പഞ്ചാബ് നോർത്ത് ഈസ്റ്റേൺ വെസ്റ്റേൺ ഏരിയയിൽ വളരെ കാലം ജോലി ചെയ്ത ഒരാൾ പറഞ്ഞു, ഇത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കാര്യം ISIക്ക് ഇങ്ങനെ ഫണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, അത് ഓഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇന്ത്യയുമായിട്ട് സ്പർദ്ധ ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഇഷ്യൂ ആക്കാം. അപ്പോൾ അവർ എപ്പോഴും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമാണ് മുംബൈ ടെറർ അറ്റാക്ക്. മുംബൈ ടെറർ അറ്റാക്ക് വന്നപ്പോൾ നമ്മൾ ഇയാളെ പിടിച്ചു, ഒരാളിനെ നമുക്ക് കിട്ടി. അയാളെ കിട്ടി DNA പരിശോധിച്ച് അയാൾ പാകിസ്ഥാനിയെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിനുള്ള ഒരു ബുദ്ധിയാണ് ഇവിടെ നടക്കുന്ന പിന്നെ വഴിതെറ്റി നടക്കുന്ന യുവാക്കളെ അട്രാക്ട് ചെയ്ത് കാശ്മീരിൽ ഇന്ത്യയിൽ ചെറിയ പ്രിലിമിനറി ട്രെയിനിങ്, അത് നമ്മൾ വാഗമണ്ണും സിമി എടക്കാട് ക്യാമ്പും കേസുകളൊക്കെ മനസ്സിലാക്കി അതുവഴി പാകിസ്ഥാനിൽ പോയി അഡ്വാൻസ് ട്രെയിനിങ് കൊടുത്തിട്ട് തിരിച്ചവരെ ഇന്ത്യയെ വിട്ടിട്ട് സ്ഫോടന പരമ്പര ഉണ്ടാക്കിയാൽ അവരെ പിടിച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ DNA ഇന്ത്യക്കാരുടെയാണ്. പാകിസ്ഥാനിയുടെ കസബിനെ പോലെ പിന്നെ പാകിസ്ഥാൻ DNA വരില്ല. അത് അവരുടെ ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇതെല്ലാം നമ്മൾ ഫോഴ്സ് ചെയ്യണം. അടുത്തത് ഫോഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ സിമിയെ ബാൻ ചെയ്തു. അതിപ്പോൾ ഇവിടെ ഒരാൾ പരാമർശിച്ചുകൊണ്ടാണ്. ഈ സിമിയെ ബാൻ ചെയ്തപ്പോൾ നമുക്കറിയാം തീവ്ര സംഘടനകൾ വീണ്ടും പൊട്ടിമുളയ്ക്കുമെന്നുള്ള കാര്യം അറിയാം. നമുക്കറിയാം COVID-19 വന്നു. COVID-19 കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഡെൽറ്റ ഉണ്ടായി, ഓമ്രിക്കോൺ ഉണ്ടായി, അത് കഴിഞ്ഞ് ഫ്ലോറിക്കോൺ എന്ന് പറഞ്ഞ് ഇസ്രായേലിൽ ഒരെണ്ണം കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പല വേരിയൻസ് ഉണ്ടാകുന്ന പോലെ ഒരു തീവ്രവാദ സംഘടന നമ്മൾ നിരോധിച്ചാൽ അതിൽ നിന്ന് പലത് പൊട്ടിപ്പുറപ്പെടും. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇഷ്ടം പോലെ തീവ്ര സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ആ തീവ്ര സംഘടനകളും ഇവിടുത്തെ തീവ്ര സംഘടനകളും കൂടെ തന്നെ തമ്മിലൊരു ലിങ്കുണ്ട്. പിന്നെ ഈ മതത്തിനെ അല്ല, ഇപ്പോൾ പൊതുവെ എല്ലാ മതത്തിലും നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിനെ കൊന്നു. ന്യൂസിലാൻഡിലെ ഒരു മോസ്ക് കയറി ഒരു ക്രിസ്ത്യൻ ഭ്രാന്തൻ കുറെ പേരെ വെടിവെച്ച് കൊന്നു. അപ്പൊ ഈ ചില മതങ്ങൾ മാത്രമല്ല, പൊതുവെ തീവ്ര ചിന്തയുള്ള എല്ലാ മതങ്ങളും മനുഷ്യവംശത്തിനെതിരെ നീങ്ങുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവനവന്റെ കാര്യങ്ങൾ നോക്കി മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ അഹിംസ ഫിലോസഫിയിലെ നമ്മൾ ലീവ് ആൻഡ് ലെറ്റ് ലീവ്, നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള മഹത്തായ ചിന്തയിലേക്ക് നമ്മൾ കടക്കാമെന്നുള്ള രീതി എത്തുകയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുകയും ചെയ്താൽ നമുക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തെയും നാം എതിർക്കണം. ഒരു കൗതുകത്തിന് വേണ്ടി അങ്ങയുടെ ഒരു ചോദ്യം ചോദിക്കുക. നേരത്തെ T. ദേവപ്രസാദ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ DGP-മാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. TP സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും ഒക്കെ.
പക്ഷേ നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ഒരു സർവീസിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്രിയ സത്യങ്ങൾ അവർ തുറന്നു പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സർവീസിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അപ്രിയ സത്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ സാധിക്കാതെ പോകുന്നത്? ശ്രീ സക്രിയ ജോർജ് IPS. ഞാനത് രണ്ട് കാര്യമായിട്ട് കാണുന്നു. ഒന്ന്, അവർക്ക് ഇതൊരു പൊളിറ്റിക്കൽ ലോഞ്ചിങ് പാഡാണ്. ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചേച്ച് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ, കാര്യം അധികാരം എന്ന് പറയുന്നത് വളരെ രുചിയുള്ള കാര്യമാണ്. അത് ആസ്വദിക്കാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പോസ്റ്റ് വേണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് അവരുടെ ഫിയറാണ്. അത് അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. സർവീസിലിരിക്കുമ്പോൾ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള നട്ടല്ലില്ലായ്മ അതിനകത്തൊരു ഭാഗമാണ്. നമ്മൾ കണ്ടു, മനക്ഷ എന്ന് പറഞ്ഞ ഫീൽഡ് മാർഷൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ, അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി പോലും മിസസ് ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കും. അതാണ് വ്യക്തിത്വം, അതുപോലുള്ള രാജ്യസ്നേഹവും. കാര്യം ഇതെല്ലാം രാജ്യത്തെയും മനുഷ്യവംശത്തെയും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഈ രാത്രിയിൽ വിരമിക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഇത് വിളിച്ചു പറയാനുള്ളതല്ല. ആ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അതിനുള്ള നട്ടല് കാണിച്ചുകൊണ്ട്, രാജ്യസ്നേഹം കാണിച്ചുകൊണ്ട്, വ്യക്തിത്വം കാണിച്ചുകൊണ്ട്, മനുഷ്യത്വം കാണിച്ചുകൊണ്ട് ഇതിനെതിരെ ആക്ട് ചെയ്യണം. ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞേച്ചു പോകുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. അത് ഒരു സ്റ്റെർ സൊസൈറ്റിയിൽ ഒരു ഇളക്കം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നുള്ളതല്ലാതെ പരിഹാരമില്ല. എനിക്കറിയാവുന്ന കാര്യത്തിന് ഞാൻ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ തന്നെ പരിഹാരം കാണുന്നതാണ് എൻ്റെ ഉത്തമ കടമ, ഉത്തരവാദിത്വം എന്ന് വ്യക്തമാണ്. ടി ദേവപ്രസാദ്, ഈ പാനായിക്കുളം ക്യാമ്പ്, അതോടൊപ്പം തന്നെ ഈ വാഗമൺ ക്യാമ്പ്, കേരളത്തിലെ ഈ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിൻ്റെ ഈ രാജ്യത്തിലെ തന്നെ തീവ്രവാദ ശക്തികളുടെ കൈകളിൽ നിന്നാണോ, അതോ രാജ്യത്തിന് പുറത്തു നിന്നാണോ ഈ കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് ഒഴുകുന്നത്? ശ്രീ ടി ദേവപ്രസാദ്. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ന്യൂസിലാൻഡിലെ ഒരു പള്ളിയിൽ ആ ലോകത്താകമാനം നടന്നിരിക്കുന്ന ഒരു ക്രൈസ്തവ ആക്രമണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെയും കുറിച്ചൊക്കെ തുലനം ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൽ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളുമായിട്ട് അതിനെ തുലനം ചെയ്യുന്നത് മഹാനിർഭാഗ്യകരമാണ്. വാസ്തവത്തിൽ നമ്മുടെ സംവാദങ്ങളുടെയൊക്കെ ഒരു ഗതി തിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് അത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ പാനലിസ്റ്റുകൾ നടത്തുന്ന ഇടപെടലുകൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ജേക്കബ് നായനാരും കൂടെ കുറിച്ചൊക്കെ അത് പറഞ്ഞ് അദ്ദേഹത്തിന് മറ്റേ പോലീസിനെ രക്ഷിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തില് കണ്ടെയ്നറുകളിൽ പണം വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു പക്ഷേ സാറിന്റെ തന്നെ സൂചനകളിൽ സാറ് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞു എന്നുള്ളതല്ല. ഇപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ സെൻകുമാറിന്റെയും അതുപോലെ ലോക്നാഥ് ബെഹ്റയുടെയും ഒക്കെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് പറഞ്ഞാൽ, സർവീസിലിരിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് അവരുടെ സർവീസും പെൻഷനും ഒക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് അപ്രിയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും വിളിച്ച് പറയാൻ പറ്റും. മനേക്ഷ ഇന്ദിരാഗാന്ധി പറഞ്ഞ സാമും ഹിന്ദുവായിട്ടുള്ള ബന്ധം പോലെ അല്ലല്ലോ സെൻകുമാറും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ പറയണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാം, നല്ല ആശയമാണ്. ഇപ്പൊ ഈ പറയുന്നത് പോലെ മതങ്ങളെല്ലാം സൗഹാർദ്ദം ജീവിക്കണം, സ്നേഹത്തിൽ ആർക്കാം ഇതിനുള്ള ഉണ്ടായിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു 10-20 വർഷം മുമ്പ് വരെ കേരളത്തിൽ എന്തെങ്കിലും ഒരു മത സംഘർഷത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിൽ 3 മതങ്ങളും, പ്രധാനപ്പെട്ട 3 മതങ്ങളും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും സഹോദരന്മാരെ പോലെ ജീവിച്ച ഒരു നാട്ടിൽ എങ്ങനെ ഒരു മതത്തിൽ മാത്രം ഇങ്ങനെ തീവ്രവാദം ശക്തമായി? എങ്ങനെ അവരുടെ നമുക്കിപ്പം ഹിജബ് വിവാദം വരുന്നു, എത്ര വർഷമായി ഹിജബ് വിവാദം അല്ലെങ്കിൽ ഹിജബ് ഇട്ട സ്ത്രീകളെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്? അതിനു മുമ്പ് നമ്മുടെ കൂടെയൊക്കെ മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചിട്ടുണ്ടല്ലോ, അവരുടെ വസ്ത്രം എന്തായിരുന്നു? അപ്പൊ ഒരു തീവ്രവാദം ഒരു സമൂഹത്തിൽ വളർന്നു വരുന്നത് അത് അംഗീകരിക്കാൻ തയ്യാറില്ല. അപ്പൊ നമ്മൾ അത് എല്ലാത്തിനകത്തും വരുന്ന, ശരിയാണ്, ആഗോളീകരണം ഉണ്ട്. ആഗോളീകരണം ഈ ലോക സംസ്കാരങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന പണവും ലോകത്തിന്റെ ഇതിന്റെ തീവ്രവാദത്തിന്റെ വളർച്ചയെ കുറിച്ച് നടത്തിയിരിക്കുന്ന പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഇത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതായത് മജോറിറ്റി കമ്മ്യൂണലിസത്തെ കുറിച്ചുള്ള ഭയം, ഗ്രോയിങ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം, ഗ്രോയിങ് ഫണ്ടമെന്റലിസം ഔട്ട്സൈഡ് ദ കൺട്രി, ഗൾഫ് മൈഗ്രേഷൻ, exposure to fundamentalism, the flow of big money from Gulf, mainstream political parties, opportunities, ഈ സൗകര്യത്തിനനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുന്നു, ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്റ്റുകൾ, പിന്നെ പൊളിറ്റിക്കൽ
പാർട്ടി പിന്നെ റിട്ടേൺ ഓഫ് റിലീജിയോസിറ്റി, ഒസ്പെറാന്തിസം, അതായത് അന്ധമായ വിശ്വാസങ്ങൾ ജനങ്ങളിലേക്ക് വരുന്നു, ഡിസ്ജങ്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ മോഡേണിറ്റി ആൻഡ് കൾച്ചറൽ മോഡേൺ, ഇങ്ങനെയൊക്കെ ഈ സാമൂഹ്യ പണ്ഡിതന്മാർക്ക് ഒത്തിരി കാരണങ്ങൾ ഇതിനുണ്ട്. ഒരു 5-8 കാരണങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു ഇൻസെക്യൂരിറ്റി പറയാണ്. ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുക, ഒരു ഇന്റഗ്രേഷൻ, അവരെ ചേർത്ത് നിർത്താന്ന് പറഞ്ഞാൽ നമ്മൾ അവരെക്കാൾ വലിയവര്, ഇത് ഇന്ത്യ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പാഴ്സിയുടെയും സിഖിന്റെയും എല്ലാമാണ്. നമ്മളാരെ ചേർത്ത് നിർത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഒരു ഇതുണ്ട്, ആരെയും ചേർത്ത് നിർത്തില്ല, എല്ലാവരും ചേർന്ന് പോകുക എന്നുള്ളതാണ്. ഇത്രയും കാലം അങ്ങനെ ചേർന്ന് പോയിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതുപോലെ ഇപ്പം യുപിയിലെ കാര്യം അദ്ദേഹം പറഞ്ഞു. യുപിയിൽ 23 കോടിയുണ്ട്, കേരളത്തിൽ 3 കോടിയുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. കേരളത്തില് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ അതിൽ ഇച്ചിരി വ്യത്യാസം കാണും. അതായത് 24% എന്നൊക്കെ 24% എന്നൊക്കെ പറയുന്നത് കൃത്യം വന്നിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. പക്ഷേ എങ്കിലും ഒരു 20% കൂടുതലായിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള ഒരു ജനതയ്ക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഈ പറഞ്ഞ ഒരു സമൂഹത്തില് പിന്നെ സമൂഹത്തിലെ ഭൂരിഭാഗം പേരും കമ്മ്യൂണൽ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവരാരും ഇതിനു വേണ്ടി അല്ലെന്നും ആർക്കാ ഇത് അറിയത്തില്ലാത്ത സത്യം? ഇത് നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ കുറിച്ചാണ്. അതായത് തീവ്രവാദം മുഖമുദ്രയാക്കി സ്വീകരിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ്. അവർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. അവരവരുടെ പ്രചാരണത്തിന് വേണ്ടി അത് പലതരത്തിലുള്ള തീവ്രവാദ പിന്നെ രീതികൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമൂഹത്തിൽ ഇപ്പം ഇന്നലെ ഹൈക്കോടതിയിൽ കർണാടക ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഹിജാബ് ഇസ്ലാമിന്റെ ഒരു ഫണ്ടമെന്റൽ ഭാഗമല്ല. അല്ലെങ്കിൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്ലിം പിന്നെ തത്വശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ആളാണെന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ ഞാൻ കോട്ട് ചെയ്യാണ്, പ്രവാചകന്റെ മകളാണെന്ന് എനിക്ക് തോന്നുന്നു പോലും ഇതിന് ഹിജാബിനെതിരായിരുന്നു, അത് പ്രവാചകൻ സമ്മതിച്ചു എന്നൊക്കെ ഉള്ള ഒരു മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്നും എന്റെ പ്രശ്നമല്ല, കമ്മ്യൂണിറ്റി അങ്ങനെ ജീവിക്കുന്നതല്ല. പക്ഷേ അതിങ്ങനെ അടിച്ചേൽപ്പിച്ച് ഓരോ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും തീവ്രവാദം വളരും. അല്ലെങ്കിൽ വേറൊരു കൂട്ടർ ഇങ്ങനെ പൊടുന്നനെ ഇതെല്ലാമായിട്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ മനസ്സിൽ ഒരു സംശയമോ തെറ്റിദ്ധാരണയോ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം ഈ ഇങ്ങനെയൊന്നും വരാത്തവർ ഇതെല്ലാം ക്ഷമിച്ചോണം സഹിച്ചോണം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഇടയിൽ ഒരു ഭീതി വളർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനുള്ള പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരെ കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ഇവിടെ ഇപ്പൊ ഭൂ ജിഹാദ്, പിന്നെ ബിസിനസ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പലതരം ജിഹാദുകളുണ്ടല്ലോ. ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഈ അഹമ്മദാബാദിലെ കേസ് 2008 നടന്ന സംഭവമാണ്. 2008 നടന്ന 21 വരെ 13 വർഷം കേസ് ഇങ്ങനെ നടക്കുകയാണ്. ഈ കേസ് നടക്കുന്നതിനൊക്കെയുള്ള നടത്തുന്നതിന്റെ ചെലവ് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഈ പിടികൂടിയിരിക്കുന്ന ഈരാട്ടുപേട്ട എന്നൊക്കെ പിടികൂടിയിരിക്കുന്നവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി എന്തുമാത്രം കാണും? അവർക്ക് എങ്ങനെ, നമ്മളൊക്കെ ഒരു കേസിന് പോവാണെങ്കിൽ എങ്ങനെ എവിടെ ചെന്ന് പോകും? അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ സംഘടിതമായ ആരൊക്കെയോ പ്രവർത്തിക്കുന്നത്. ഭൂരിപക്ഷ സമുദായമൊന്നുമല്ല. ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പം ഈ സമൂഹത്തിൽ ഫണ്ടമെന്റലിസം വളരുന്നതിനെതിരെ പിന്നെ ഹൈദരാലി ശിഹാബ് തങ്ങൾ പ്രസ്ഥാനം ഇറക്കി, മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇറക്കി. അങ്ങനെ മുസ്ലിം ലീഗിന് കുറച്ചുകൂടി ഒരു മതേതര സ്വഭാവം ഉണ്ടാകും. അതുപോലെ അല്ല പോപ്പുലർ ഫ്രണ്ട്, അവരുടെ പേരങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ സർക്കാരിന് അറിയാം. പക്ഷെ കുറച്ച് വോട്ട് കിട്ടണം. അതായത് ഈ മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. അതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടിയാൽ അധികാരത്തിരിക്കാം. അധികാരത്തിരുന്ന് അവർക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി ഈ ഭീകരവാദം, അപ്പം നമ്മുടെ കൂടെ ഒരാള് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്ന് ചേർത്തി കൊടുത്താലും പിടിക്കല. ഇപ്പൊ നമുക്കറിയാം, പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ തീവ്രവാദം 1993 96 ഞാൻ 96 തോന്നുന്നു പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്ത പിന്നെ ഭീകരപ്രവർത്തകനെ കേരളത്തില് നോക്കോട്ടെ കൃത്യമായിട്ട് 93 തോന്നുന്നു. അത് 96 പിന്നെ കോഴിക്കോട് നിന്ന് പേഴ്സൺ ഫ്രം കോഴിക്കോട് വാസ് അറസ്റ്റഡ് ഹു വാസ് ട്രെയിൻഡ് ഇൻ പാകിസ്ഥാൻ ഫോർ ടെററിസ്റ്റ് ഓപ്പറേഷൻസ്. അത് പറഞ്ഞ ഹോർമിസ് തരകൻ, അത് DGP എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു വിവാദം എന്നുള്ള ഒരു ഒരാളൊന്നുമല്ല ഹോർമിസ് തരകൻ. റിസർച്ച് ആൻഡ് അനാലിസിസ് റോയുടെ ഒക്കെ ഡയറക്ടർ ആയിരുന്നയാളാ. The first recruiter, you were the first to be recruited and trained in terrorist activities in Pakistan. ISI സാറ് പറഞ്ഞത് ശരി. ISI ശ്രമിക്കുന്നുണ്ട്. ISIS എന്ന് പറയുന്നത് ISI മാത്രമല്ലല്ലോ. ISS എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി, ലോകത്ത് മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കാൻ വേണ്ടി ഈ മുസ്ലിമുകളിലെ കുറെ ആൾക്കാർ. പക്ഷെ ആ തീവ്രവാദികളെ ചൂണ്ടിക്കാണിക്കാൻ ബഹുസമൂഹം തയ്യാറാകുന്നില്ല. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഇവരാണ്. നമുക്കറിയാം, ഇപ്പം ഈ ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഈരാറ്റുപേട്ടയിലെ അരുവിത്തറ എന്നൊരു സ്ഥലമില്ല എന്നൊരു അരുവിത്തറ എന്ന് പേര് വെച്ചാൽ ഇതൊക്കെ സാറിനും അറിയാവുന്നതാണല്ലോ. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ വന്നു? ഇത്രയും കാലമായിട്ട് വർഷങ്ങളായി അരുവിത്തറയും ഈരാറ്റുപേട്ടയും ഉണ്ട്.
ഇപ്പൊ ഈ അരുവിത്തറ ഇല്ലെന്ന് പറഞ്ഞ അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ മുസ്ലിം തീവ്രവാദത്തിന്റെ ഒരു ഇതെന്താ, ഉടനെ അതൊരു ഏതാനും പേരെ പറയുന്നല്ല, മറ്റൊരു പറയണ്ടേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല, അരുവിത്തറയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന എന്നുള്ളത് പറയണ്ടേ, അങ്ങനെ ആരും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പം ബാക്കിയുള്ള സമൂഹങ്ങളിൽ അസ്വസ്ഥതയും, ഒരുപക്ഷെ നമ്മൾ ഈ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ ചില പേരുടെ വാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭീതി സ്വാഭാവികമായി ഉണ്ടായി പോകുന്നതാണ്. ഭീതി എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ പേടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കുന്നതല്ല. ആൾക്കാർക്ക് വായിക്കുമ്പോൾ, സാധനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്. ഇതുണ്ടാകാതിരിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാ സമൂഹങ്ങളും ശ്രദ്ധിക്കണം. രാഹുൽ ഈശ്വർ പറഞ്ഞത് നമുക്കിവിടെ ജീവിച്ചു പോകണമെങ്കിൽ, സമാധാനപരമായി ജീവിച്ചു പോകണമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മതങ്ങളും സ്നേഹത്തിലേക്ക് തന്നെ ജീവിക്കും. അതിനെ പറ്റിയ ഒരു ഭരണഘടനയൊക്കെയാണ് നമുക്ക് ഉണ്ടായത്. ഈ ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ച് ചിലര് അവരുടെ ചില കാര്യങ്ങൾ മാത്രം എടുക്കുന്നു എന്നുള്ള ഒരു ധാരണ മറ്റു സമൂഹങ്ങളിൽ വന്നിരിക്കുന്നു. 80-20 ന്യൂനപക്ഷാവകാശങ്ങളുടെ വിതരണം വന്നു. അന്നേരത്തേക്കും ക്രിസ്ത്യാനികൾ പ്രശ്നം ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? അപ്പൊ അത് ശരിയല്ലെന്നല്ലോ. ഉടനെ അതിനുള്ള ന്യായീകരണങ്ങളാണ് ഉണ്ട്. ഇതൊന്നും ആരും കണ്ടിട്ടില്ല. പകരം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിക്കണമെങ്കിൽ എല്ലാവരും ഈ പ്രവണതകളിൽ അവസാനിപ്പിക്കണം. എല്ലാവരും സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 10-50 വർഷം മുമ്പൊക്കെ ഈ നാടും പ്രദേശങ്ങളൊക്കെ ബിസിനസ് നടത്താൻ വരുന്ന മുസ്ലിമുകളൊക്കെ നമ്മുടെ വീടുകളിലെ താമസിക്കുന്ന ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ നമ്മുടെ വീടുകളിൽ പായ വിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് അവരും പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിനൊന്നും നമ്മളാരും തടസ്സം പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ അതിനുള്ള സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഒന്നും ഡെവലപ്ഡ് അല്ലാത്ത ഒരു കാലത്താണ്. പക്ഷേ ഇന്ന് ആ അന്തരീക്ഷം നഷ്ടപ്പെടുന്നു. നമുക്ക് പരസ്പരം വിശ്വസിക്കാനാവാത്ത ഒരു സാഹചര്യം വരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഭൂരിപക്ഷ സമുദായമല്ല. പക്ഷെ ഞാൻ തിരിച്ചു വരാം, ശ്രീ ദേവപ്രസാദൻ തിരിച്ചു വരാം. ഇസ്ലാമിക ഭീകരവാദം ഉയർത്തുന്ന, ഈ സമൂഹത്തിൽ ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ഒരിക്കലും കണ്ണടയ്ക്കരുത്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകണം. ശ്രീ സക്രിയ ജോർജ് IPS, ഈ കേരള പോലീസിൽ മാത്രമല്ല സുരക്ഷാ സേനയിൽ ഈ തീവ്രവാദ സ്വാധീനമുള്ളവർ നുഴഞ്ഞു കയറിയാൽ അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊടുപുഴയിൽ അനസ് എന്ന ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഈ പോലീസിലേക്കുള്ള ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു സമയത്ത് തന്നെ ഇത്തരം തീവ്രവാദ സ്വാധീനമുള്ളവരെ തിരിച്ചറിയാനുള്ളൊരു സംവിധാനം നമ്മുടെ പോലീസ് സേനയിലില്ലേ, ശ്രീ സക്രിയ ജോർജ് IPS? തീർച്ചയായിട്ടും പോലീസ് ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കമ്മ്യൂണൽ സെൽ എന്ന് പറഞ്ഞ ഒരു സെല്ലുണ്ട്. ഒരു DYSPയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്റർണൽ സെക്യൂരിറ്റിക്ക് ഒരു IG വന്നു. പക്ഷെ അതൊന്നും ഇപ്പം സ്ഥിരമായിട്ട് പ്രവർത്തിക്കാറില്ല. മിക്കവാറും ഓഫീസേഴ്സൊന്നും അവിടോട്ടൊന്നും വരാനുള്ള താല്പര്യമില്ല. എല്ലാവർക്കും അധികാര കേന്ദ്രങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിയായി ജില്ലകളിൽ SP-മാർക്കാണെങ്കിൽ ജില്ലകളിൽ ഇരിക്കുക, അധികാരം കൈയാളുക, ഇങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ അവർക്ക് അതിലേക്കൊരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് കറപ്ഷൻ ആകാം, അല്ലെ മറ്റുള്ള സുഖസൗകര്യങ്ങളാകാം, ഇതൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇതുപോലുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകൾ പലപ്പോഴും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയും അഡീഷണൽ ചാർജ് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതിൽ ഇരിക്കുന്നത് വളരെയധികം ഷാർപ്പ് മൈൻഡ് ഉള്ളതും മോഡേൺ ടെക്നോളജിയോട് വളരെയധികം അറിവുള്ളവരെയും വേണം വെക്കാൻ. കാരണം പലപ്പോഴും ഇന്റർസെപ്ഷനും അതുപോലെ തന്നെ ഇപ്പം തീവ്രവാദമൊക്കെ നമ്മൾ പറയുന്ന പോലെ പണ്ട് മേഘ സന്ദേശവും മയൂര സന്ദേശവും കാക സന്ദേശവും ഒക്കെ പോലെ ഒന്നുമല്ല പോകുന്നത്. എല്ലാം ഇലക്ട്രോണിക് വേൾഡിലാണ്. അതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിൽ ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ അത് നല്ല ആളുകളെ തന്നെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ 1-2 കാര്യങ്ങളോട് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം. കാരണം ഈ എല്ലാ മതത്തിലെ തീവ്രവാദം പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു ഒരു മതത്തിൽ ശരിയാണ്, അത് കൂടുതലാണ്. അപ്പൊ നമ്മൾ 2018 ഫ്ലഡിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ പെരിയാറിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, പമ്പയിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, മൂവാറ്റുപുഴയിലുണ്ടായിരുന്നു. എന്നാൽ ചാലക്കുടി പുഴയിലും മണിമലയാറ്റിലും അച്ചൻകോവിലും എല്ലാം വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ ഫ്ലഡിനെ പറ്റി പറയുമ്പോൾ എല്ലായിടത്തെയും പറയണം. തീവ്രവാദം തന്നെയാണ്. അടുത്തതായിട്ട് പറഞ്ഞത് DGP-മാർ പറഞ്ഞു എന്ന് പറഞ്ഞു. ജേക്കബ് പുന്നൂർ സാറ് ഇത് പറയുമ്പോൾ ഞാനന്ന് ഇന്റലിജൻസിലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം DGP-യുടെ കസേരയിൽ 3.5 വർഷം ഇരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇതിനെതിരെ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പൊ അടുത്തത് പറയുന്നത് അവർക്ക് പെൻഷൻ വാങ്ങിക്കണം, ശമ്പളം വാങ്ങിക്കണം. ഇവർ പെൻഷന് ശമ്പളം വാങ്ങിക്കുമ്പോൾ ഫീൽഡിൽ ഇത് കളക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ കളക്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, സാറേ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയില്ലേ കൊച്ചിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു വീട്ടുകാരെ എല്ലാം കണ്ടു വെച്ചോണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞവരെ അവർ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഫീൽഡിൽ പോകുന്ന ഓഫീസേഴ്സിന് തൊട്ടുള്ളത് കൊണ്ട് അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി അവർക്ക് ആംസ് കൊടുക്കണം, റിവോൾവറും പിസ്റ്റളും ഒക്കെ കൊടുക്കണം.
അപ്പോൾ അതിനെ പുച്ഛിക്കുകയായിരുന്നു ചെയ്തത്. പലരും പോലീസ് ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്ന് പുച്ഛിക്കുകയാണ് ചെയ്തത്. അന്ന് പോലീസുകാർക്ക് ഈ പറയുന്ന പോലെ ടോപ്പപ്പ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ അലവൻസ് കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ അത് എഴുതി കൊടുത്തപ്പോൾ അതിനെ പുച്ഛിക്കുകയോ ചെയ്തത്. കാര്യം പോലീസുകാരൻ അവൻ്റെ പിള്ളേർക്ക് വേണ്ടി അന്ന് ഇത്ര ശമ്പളമില്ല, ഇപ്പോഴത്തെ പേര് ശമ്പളമില്ല. അവർ പിള്ളേർക്ക് ബ്രെഡും മരുന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട കാശ് കൊണ്ടാണ് ടോപ്പപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്നും താല്പര്യമില്ലാത്തതാണ് ഇതിനകത്തെ കാര്യം. പിന്നെ DGPമാര് ഈ പറയുന്ന വിവരങ്ങൾ നടപ്പാക്കാനാണ്, പെൻഷൻ വാങ്ങിക്കുന്നതൊക്കെ ആവശ്യം തന്നെയാണ്. പോലീസുകാരൻ പണയം വെച്ച് ജീവൻ, ഫീൽഡിലുള്ള പോലീസുകാർ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ സംഘടനകളിലൊക്കെ പോയി ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരുടെ ജീവന് വില കൊടുക്കണം. അതുപോലെ തന്നെ പെൻഷൻ ഇത് വാങ്ങണമെന്ന് പറയുമ്പോൾ അവർ വാങ്ങി ജീവിക്കുന്ന ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. ആ പണത്തിനോട് അവർ കൂറ് കാണിക്കണം. അപ്പോൾ അവരുടെ സുഖങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തൊരു രാജ്യസ്നേഹവും മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അടുത്തതായിട്ട് ജിഹാദിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ക്രൈംബ്രാഞ്ചിൽ ഇരുന്ന സമയത്ത് ഒരു ലവ് ജിഹാദ് കേസ് ഇപ്പം അത് എറണാകുളം ക്രൈംബ്രാഞ്ചിലുണ്ട്. അതാരും ചെയ്യുന്നില്ല. 2010 ഹൈക്കോടതി കേസ് വന്നപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അന്നത്തെ മഹാന് ആയ DGP, ഇപ്പം ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പേരും പരാമർശിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ മഹാൻ എന്ന് പറഞ്ഞത്, അദ്ദേഹം കള്ള സത്യാനുകൂലമാണ് കൊടുത്തത്. ലവ് ജിഹാദ് അന്നും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഡ്രഗ് ജിഹാദിനെ പറ്റി പറയുന്നു. പഞ്ചാബ് പോലീസ് ജൂൺ 12 പാകിസ്ഥാനിൽ നിന്ന് ഡ്രഗ് വിൽക്കാൻ ഒരാള് പഞ്ചാബിൽ വന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ദ ട്രിബ്യൂൺ പത്രത്തിനകത്ത് ജൂൺ 13 അയാൾ അഡ്മിറ്റ് ചെയ്തിട്ട് പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം നിന്നിട്ട് അത് വാർത്തയുണ്ട്. അതായത് ഡ്രഗ് ജിഹാദ്. ഇതെല്ലാം റിയാലിറ്റീസ് ആണ്. അപ്പം നമ്മളിവിടെ നിന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഡ്രഗ് ജിഹാദോ, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം കേൾക്കാത്ത കാര്യങ്ങൾ കുറ്റമല്ല. കാരണം അദ്ദേഹം ചിലപ്പോൾ ദേശാഭിമാനി, കൈരളി TV കാണത്തുള്ളായിരിക്കും. നമ്മൾ പല പത്രങ്ങൾ വായിക്കുകയും പാർട്ടിക്കാരോട് മാത്രമല്ലാതെ മറ്റ് ജനങ്ങളോടും വിദ്യാഭ്യാസ സമ്പന്നരായ ആൾക്കാരോടും വിവരമുള്ളവരോട് സംസാരിക്കുമ്പോഴേ നമുക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ലോകത്ത് ഇഷ്ടം പോലെ കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചിലത് പിന്നെ ഓപ്പണായിട്ട് വരുന്നുണ്ട്, ചിലർ റിഗറസ് ആണ് ആക്ടിവിറ്റീസിൽ, ചിലർ വളരെ സട്ടിലായിട്ട് കവേർട്ട് ആക്ടിവിറ്റീസ് ചെയ്യണം. തീവ്രവാദങ്ങൾ പൊതുവെ എല്ലാ മതങ്ങളിലും ഉണ്ട്. കാരണം അവരുടെ മതമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം ഇൻഫീരിയർ ആണെന്ന് ചിന്തിക്കുന്ന ഒരു മിഥ്യാലോകത്തിലാണ് അവര്. ഇത് മാറണം. കാരണം ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 2(1)D പറയുന്നുണ്ട്, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഫ്രീ, ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. ഈ പറയുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഡിക്ലറേഷനിലെ ആ പ്രഖ്യാപനത്തിനകത്തെ വാക്കുകൾ അന്തസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, അതുപോലെ ബൈബിളിൽ പറയുന്നുണ്ട് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. റിലീജിയൻ അപ്പുറത്ത് നമ്മൾ മനുഷ്യരെ കാണണം. അത് കാണാൻ പറ്റാത്ത ചിലരാണ് ലോകത്ത് ഇതുപോലുള്ള വിധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മനുഷ്യനെ പോലെ ജീവിക്കാനായിട്ട് മനുഷ്യൻ ശ്രമിക്കണം. ഞാൻ പോലീസ് അക്കാഡമിയിൽ 6 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുമ്പം മുമ്പേ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പറയുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും വിധ്വംസന പ്രവർത്തനത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, യു ഷുഡ് ബി എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ബിഫോർ യു ട്രൈ ടു ബിക്കം എ ഗുഡ് പോലീസ് ഓഫീസർ. ഈ ഗുഡ് പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി മെഡലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാറാടിൽ കണ്ടതാണ്. അത് വളരെ വലിയൊരു അട്ടിമറിയായിരുന്നു. മാറാട് 2 നടക്കുമ്പോൾ ഒരു മതത്തിൽപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, തെക്കൽ ജില്ലയിലുള്ള 2 പേരെ, ഒരു സർക്കിൾ ഇൻസ്പെക്ടറെയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യും. അവർക്ക് അവിടുത്തെ ടോപ്പോഗ്രാഫിയോ ഒരു കാര്യം അറിയില്ല. ഞാനിത് പറയുന്നത് വെറുതെ ഫ്ലാറ്ററി അല്ല. കോഴിക്കോട് കമ്മീഷണർക്ക് വേണ്ടി മാറാട് കമ്മീഷനിൽ ഇതിൻ്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് തയ്യാറാക്കിയത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നടന്ന ആക്ടിവിറ്റീസ് എല്ലാം പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ ഓഫീസർമാരെ കൊണ്ട് പോസ്റ്റ് ചെയ്തത് ആക്ച്വലി സ്റ്റേറ്റ് ഒരു മതത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മാറാട് 2 സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസമായിട്ട് ഞാൻ അതിനെ പറയും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത് എല്ലാവരും ഇതൊക്കെ കാണിച്ചു വെച്ചിട്ട് മാന്യത കളിക്കുവാണ്. മാന്യത കളിച്ചിട്ട് അവർ വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും ഇലക്ഷൻ നിന്ന് പോകും. സക്രിയ സാർ ഇപ്പം പറഞ്ഞ കാര്യമേ വളരെ പ്രസക്തമാണ്. ഈ കാര്യം വിഷയം അഡ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ നോക്കണം.
അദ്ദേഹത്തുമായിട്ട് ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമായിട്ട് ഞാൻ തർക്കിച്ചിട്ടുണ്ട്. പക്ഷെ സക്രിയ സാർ ഇപ്പം പറഞ്ഞത് വളരെ റെലവെന്റ് ആണ്. അല്ലാതെ വേറൊരു വഴിയില്ല നമുക്ക്. ഇതിന്റെ പ്രശ്നം, നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് അറിയാം. പക്ഷെ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു മിതത്വം ഇല്ലെങ്കിൽ അത് കൂടുതൽ തെറ്റിലേക്കോ കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ പോകും. എനിക്ക് തോന്നുന്നില്ല സക്രിയ സാർ പറഞ്ഞ അപ്പുറമോ ഇപ്പുറമോ പറയാൻ ഞാൻ ആളല്ല. അത്ര പ്രിസൈസായി എല്ലാത്തിലും പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യണം. എന്നാൽ ഒന്നിൽ കുറച്ച് കൂടുതലാണ്, അതിനെ നമ്മൾ സ്പെഷ്യലി അഡ്രസ് ചെയ്യണം. അഡ്രസ് ചെയ്യുമ്പോഴും ഒരു ഗാന്ധിയൻ മെത്തഡോളജിയോ മോഡോ വേണം. ഇതില്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ പരസ്പരം കലഹത്തിലേക്ക് പോവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സക്രിയ സാർ പറഞ്ഞതിന് അപ്പുറവും ഇപ്പുറവും പറയാനില്ല. ആ അപ്രോച്ച്, ആ പ്രിസൈസ് അപ്രോച്ച് ഇല്ലാതെ ഇത് നിലനിൽക്കില്ല. നമ്മൾ നിലനിൽക്കില്ല, നമ്മളെന്ന രാജ്യം നിലനിൽക്കില്ല. ഓക്കെ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. തീവ്രവാദത്തിനെതിരെ കേരളത്തിന് കിട്ടുന്ന മുന്നറിയിപ്പുകളെ കേരള സമൂഹം ഒരിക്കലും അവഗണിക്കാതിരിക്കുക. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുവാനുള്ള ഇച്ഛാശക്തി ഭരണകൂടങ്ങൾക്കുണ്ടാകട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സക്രിയ ജോർജ് IPS, ശ്രീ T. ദേവപ്രസാദ്, ശ്രീ രാഹുൽ ഈശ്വർ, 3 പേർക്കും പ്രത്യേക നന്ദി.